ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളവും തളവും ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഒരു മരം മുറിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. മരമല്ല, ഒരു കൊമ്പ്. ഓക്കെ, നമ്മളത് മുറിക്കുന്ന വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മരം മുറിക്കുന്ന ആൾ വേറെ ആരുമല്ല, കണ്ടില്ലേ, നിങ്ങളെല്ലാവരും കണ്ടില്ലേ? യെസ്. ഓക്കെ, അങ്ങനെ നമ്മൾ അതിനൊക്കെ വെച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കയറി കയറി നമ്മളത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാവും കേട്ടോ ഇന്നത്തെ വീഡിയോസ്. ചെറിയ ചെറിയ ചില്ലുകൾ തടസ്സമായിട്ട് നമുക്ക് നേരെ കയറാൻ പറ്റുന്നില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അതൊക്കെ ശരിയാക്കണേ. ഓക്കെ, ഗൈസ്, ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ പേജിൽ സ്ട്രോങ് ആയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഉണ്ടല്ലേ, അങ്ങനെ ആക്കുമ്പോൾ നമ്മളെ വീട്ടിലിരിക്കുകയാണ് സക്സസ്ഫുള്ളി. ഇപ്പോഴും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല കേട്ടോ. നമ്മളത് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യെസ്, അങ്ങനെ നമ്മളിതാ ഈ ചില്ലാണ് കേട്ടോ മുറിക്കുന്നത്. ഓക്കെ, നല്ല സ്ട്രോങ്ങിൽ വെട്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ വീഴുന്നില്ല. അത്യാവശ്യം സ്ട്രോങ് ആണ്. ഓക്കെ, നമ്മൾ ആക്ച്വലി ഇത് നമ്മുടെ വാഴയ്ക്ക് തടസ്സമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വെട്ടി മുറിക്കാൻ പോകുന്നത്. കണ്ടറിയാം. ഏകദേശമൊക്കെ ഇപ്പൊ വീഴും കേട്ടോ. കൊമ്പ് ഇപ്പൊ വീഴുന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മളിതാ അത് വെട്ടി. ഈ മ്യൂസിക്കാണ് ഗൈസ് എനിക്ക് ഇതിൽ ഓർമ്മ വരുന്നത്. യെസ്, നമ്മള് എന്തിനാണോ ഉദ്ദേശിച്ച് ആ ഉദ്ദേശത്തിലേക്ക് തന്നെ വീണിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വാഴയിലേക്ക് തന്നെ അത് വീണു. പെട്ടുപോയി അളിയ, പെട്ടുപോയി. ഓക്കെ, അങ്ങനെ നമ്മളെ വാഴയിലൊക്കെ അത് മാറ്റി കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ അവിടെ കൊണ്ട് ഇടാണ് മുറ്റം കൂടെ വൃത്തിയാക്കാനായിട്ട്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ എന്ന് മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ വാഴയിലേക്ക് അത് വീണു ഗൈസ്. നമ്മളിങ്ങനെ മുട്ട കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അച്ഛൻ നട്ട് വളർത്തിയ വാഴയാണ്. നമ്മള് അതിലേക്ക് വീഴരുതെന്ന് വിചാരിച്ച് നമ്മളത് ചെയ്തതാണ്. പക്ഷെ നേരെ അതിലേക്ക് തന്നെ എന്നെ കൊണ്ട് വയ്യ രമണ എന്നുള്ള മട്ടിൽ കൊമ്പ് ദേ പോണു വേറെ വഴിക്ക്. അങ്ങനെ അത് പുളിയെറുമ്പൊക്കെ കടിച്ച് ഹസലായി മാന്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല പുളിയെറുമ്പുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഏകദേശം നമ്മൾ അതൊക്കെ കൊമ്പുകളൊക്കെ മാറ്റിട്ടോ. ഇനി നല്ല വിശപ്പാണെന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുക്കുവിനെ അപ്പം എത്ര നേരം അച്ഛനെ കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അവൻ ഓടി പോവാണ് കേട്ടോ, ഒച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് ഇനി ഭക്ഷണം കൊടുക്കാം അല്ലേ. അപ്പോൾ നേരം മരത്തിൽ കയറി കൊമ്പൊക്കെ വെട്ടി ക്ഷീണിച്ചിരിക്കല്ലേ, ഇനി ഫുഡ് കൊടുക്കാം. കമോൺ. എൻ്റെ ചെറുപ്പം അവിടെ നിന്ന് കുരയ്ക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടാളും കൂടെ ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ പോയി ചക്കൻ. അപ്പോൾ ഗൈസ് ഇതാ കണ്ടില്ലേ, ഇത് അവൻ്റെ മെയിൻ പരിപാടിയാണ് കേട്ടോ.
ഒരു വിറക് അവിടെ വെച്ച് അതിന്ന് ആ വണ്ടി അങ്ങനെ വെച്ച് ബാക്കിൽ നിന്ന് വലിച്ചിട്ട് തട്ടിക്കൊടുക്കുക. അതിൽ നിന്നാണോ അവനെ കണ്ടുപിടിച്ചെന്ന് വെച്ച് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, പീസ് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൻ്റെ അടുത്ത് സ്റ്റൂൾ എടുത്തിട്ട് വരാൻ പറയുമ്പോൾ അവൻ സ്റ്റാൻഡാണ് എടുത്തിട്ട് വരുന്നത് കേട്ടോ. സ്റ്റൂളും സ്റ്റാൻഡും മാറിയിട്ടാണോ ഇനി ഇത് വേണച്ചിട്ടാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സ്റ്റാൻഡ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് അച്ഛൻ പറയുന്നത് സ്റ്റൂൾ എടുത്തിട്ട് വരാം. അപ്പോൾ അതേ കുട്ടി നല്ല അനുസരണമായിട്ട് ഇനി സ്റ്റൂൾ എടുക്കാൻ പോവാണ് കേട്ടോ. അത് എന്തൊക്കെയാ കാണിക്കുന്നുണ്ട് സ്റ്റാൻഡ്. ഓക്കെ, അതിനതാ കുട്ടി സ്റ്റൂൾ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. കുട്ടി അച്ഛൻ പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ട്. അതായത് നമ്മുടെ കോഴിയമ്മ കണ്ടില്ലേ, ഇപ്പൊ മാമ കിട്ടുന്നുള്ള മട്ടിൽ അവിടെ വന്ന് നിൽക്കാൻ കേട്ടോ. നമ്മുടെ മിട്ടുപൂച്ച കാണുമല്ലോ, അല്ലെങ്കിൽ മിട്ടുപൂച്ച റൗണ്ട് അടിക്കാൻ വരേണ്ടതാണ്. അങ്ങനെ സ്റ്റൂളത് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് കേട്ടോ മാഷ. അത് നല്ല അസലായിട്ടൊരു നൈസായിട്ടൊരു കടിയും കൊടുത്ത് സെറ്റാക്കി വൈബാക്കിയിട്ടുണ്ട്. അങ്ങനെ ഗായ്സ്, ഓക്കെ, പാവല്ലേ വിശന്നൊന്നിരിക്കല്ലേ വിചാരിച്ച് ഞാനിങ്ങനെ മാമ എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കത് അവൻ കളിക്കുന്ന സാധനങ്ങളൊക്കെ കൊടുന്ന് അവിടെ ഇട്ടിട്ട് നിരത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് അങ്ങനെ മുറ്റത്ത് ഓടിച്ച് കളിക്കലാണ് അവൻ്റെ മെയിൻ പരിപാടി ഗൈസ്. എന്നാ സ്പെഷ്യലി നമ്മള് ചോറും മീൻകറിയും പഴമുപ്പേരിയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും. വിശക്കുന്നു, അതാണ് നല്ല സെറ്റാണെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ അച്ഛന് അവൻ്റെ കൂടെ കളിക്കാനും സമയമില്ല കേട്ടോ, വിശന്നിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, സൂപ്പർ, മീൻ സൂപ്പർ എന്നാണ് പറയുന്നത്. താങ്ക് യു. ആ, ഇതൊരു ഫിനിഷ് ആയിട്ടോ, പെട്ടെന്ന് തന്നെ ഫിനിഷായി. കുഞ്ഞാ സെറ്റായി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ ഓളം ഗൈസ്. ബൈ.